കോഴിക്കോട് പയ്യോളിയിൽ അച്ഛനെയും മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. കുറ്റിയിൽ പീടികയ്ക്ക് സമീപം പുതിയോട്ടിൽ സുമേഷ് ട്രെയിൻ തട്ടി മരിച്ച നിലയിലും മക്കളായ ഗോപിക, ജ്യോതിക എന്നിവരെ വീടിനകത്ത് മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. വിശദാംശങ്ങളുമായി മേഘമാധവൻ ചേരുന്നുണ്ട്. മേഘ, ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് വിശദീകരിക്കുന്നുണ്ടോ? എന്താണ് സമഗ്ര വിവരങ്ങൾ? വിനിഷ, കോഴിക്കോട് അയനിക്കാടാണ് പിതാവിനെയും മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറ്റിയിൽ പീടികയ്ക്ക് സമീപം പുതിയോട്ടിൽ സുമേഷ് 42 വയസ്സാണ്, മക്കളായ ഗോപിക 15 വയസ്സ്, ജ്യോതിക 10 വയസ്സ് ഇവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടികളെ വീടിനകത്തും അച്ഛനെ റെയിൽവേ ട്രാക്കിലുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം. ഈ കുട്ടികളുടെ അമ്മ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു. കോവിഡ് മൂലമായിരുന്നു മരിച്ചത്. ഇതിൽ വലിയ പ്രയാസത്തിലായിരുന്നു കുടുംബം. അത് തന്നെയാണ് 2 വർഷം മുൻപാണ് സുമേഷിന്റെ ഭാര്യ മരിച്ചത്. ആ മാനസിക വിഷമം തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദാരുണമായ സംഭവത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് നിലവിൽ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ശരി മേഘ, കോഴിക്കോട് പയ്യോളിയിൽ അച്ഛനെയും മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മേഘമാധവൻ കോഴിക്കോട് നിന്നും.